വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, FCRA നിയമം അത് വന്ന ശേഷം നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് ക്രിസ്ത്യൻ പാതിരിമാരെല്ലാം കൂടെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. വേറെ ആരും രംഗത്തെത്തിയില്ല. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല ഭാഗത്തു നിന്നും പല ചർച്ചകളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ പാതിരിമാർ നേരിട്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. പക്ഷെ അതിൽ നിന്നും ഒരു പടി പോലും പിന്നിലേക്ക് പോകാതെ നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ മുന്നിലോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷെ അതിലിപ്പോ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ നിലവിളി അതിന്റെ ഉച്ചസ്ഥായിയിൽ ഉയരാൻ തക്ക പ്രാപ്തമാണ് അതിന്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണത്? പക്ഷെ നമ്മുടെ മാപ്രകൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അവർ നിലവിളി ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കത് ഉയർത്താനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സംഭവം? ഇപ്പോ ദേശീയ തലത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ഞാൻ ശരിയാണ്, മലയാള മാധ്യമങ്ങളൊന്നും ഞാനത് കണ്ടില്ല. ആ വാർത്ത നിലവിളി ഉയരാൻ സാധ്യതയില്ല, നിലവിളിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഒരു പ്രഹരം ഇപ്പോൾ കേന്ദ്രം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ FCRAക്കെതിരെ വലിയ തുള്ളലായിരുന്നു കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പ് കാലത്തല്ല. അതിനുശേഷം 20-ാം തീയതി മറ്റോ ചർച്ച നടക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വാർത്തയൊന്നും കണ്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന വാർത്ത ED അതിന്റെ അന്വേഷണം തുടങ്ങി എന്ന് മാത്രമല്ല, ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ ED നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ EDയുടെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് FCRA നടപ്പാക്കുന്നതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നും ഏതൊക്കെ സംഘടനകൾ ഇതിന് പിന്നിലുണ്ടെന്നും ഏതൊക്കെ ടീമുകളുണ്ടെന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നു. ഈ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളില് പണ്ട് സ്റ്റെയിൻസാമി എന്ന് പറഞ്ഞിട്ടൊരു ഇവാഞ്ചലിസ്റ്റ് പ്രഭാഷകനെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ പുകിലായിരുന്നു. എന്തുകൊണ്ടാണ് സ്റ്റെയിൻസാമി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതെന്ന് വെച്ചാൽ, സ്റ്റെയിൻസാമിയുടെ കയ്യിൽ നിന്ന് ബ്ലാങ്ക് ചെക്കുകളും ഒപ്പിട്ട ചെക്കുകളും ഒപ്പം തന്നെ ലഘുലേഖകൾ മാവോയിസ്റ്റിനെ അടക്കം കണ്ടെത്തി പിടികൂടിയിട്ടാണ് ഇദ്ദേഹത്തെ ജയിലിലാക്കുന്നത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിലും ഗുരുതരമായ ഒന്നാണ്. അതായത് അതായത് വിദേശ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ അടക്കം പണം എത്തുന്നുണ്ട്. നമ്മൾ നമ്മുടെ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഇത് US ട്രൂയിസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് 1.2 രൂപയല്ല ഇവിടെ വിഡ്രോ ചെയ്തിരിക്കുന്നത്. 6.5 കോടി രൂപ ആദ്യഘട്ടത്തിലും 95 കോടി രൂപ ഈ 2025-2026 ഏപ്രിൽ വരെയും വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് ഈ 25ഓളം ഡെബിറ്റ് കാർഡ് വഴി വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ATM വഴിയാണോ ഇവർ വിഡ്രോ ചെയ്യുന്നത്? ഈ 6.25 കോടി ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്. അപ്പോ ഇതിനകത്ത് നിന്ന് ഈ ED ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന 25 വിദേശ ഡെബിറ്റ് കാർഡുകൾ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ പിടിച്ചെടുത്തോടുകൂടിയാണ് ഈ വിദേശ ഫണ്ടുകൾ ഈ മാവോയിസ്റ്റ് പ്രശ്നങ്ങൾക്ക്, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക, ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിടിച്ചെടുക്കുകയും 40 ലക്ഷം രൂപയുടെ പിടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിന്റെ അന്വേഷണം പോകുന്നത്. ഇത് ഈ പൈസ അയച്ചിരിക്കുന്നത് ദി തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന, ദി തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന വഴിയാണ് ഇതിന്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മിക്ക മാർക്ക് എന്ന് പറയുന്ന ഒരു വിദേശിയെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് 24 വിദേശ ഡെബിറ്റ് കാർഡ് പിടികൂടുന്നു. അദ്ദേഹമാണ് 2025-26 ഏപ്രിൽ കാലഘട്ടത്തിൽ 95 കോടി രൂപ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഈ ഇന്ത്യയിലേക്ക് ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ പണം എത്തിക്കുന്നത് ചില ആഗോള ക്രൈസ്തവ സഭയാണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. ചില ആഗോള ക്രൈസ്തവ സഭകളാണ് ഇത്തരത്തിൽ ഡെബിറ്റ് കാർഡുകൾ എത്തിക്കുകയും അതുവഴി പണം ഇവിടെ എത്തിക്കുകയും ആ പണം മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിലെത്തി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തി വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കുക, കുറച്ച് പണമൊക്കെ മതപരിവർത്തനത്തിനും ഉപയോഗിക്കുന്നുണ്ടാകും. ഇവിടെയാണ് ഇപ്പോൾ FCRനെ കുറിച്ച് ആരും ഒന്നും മിണ്ടാത്തത്. കാരണം രാജ്യം തകർക്കാൻ വലിയ രീതിയിൽ ഫണ്ട് എത്തിയതിന്റെ രേഖകളടക്കം ED പിടിച്ചിരിക്കുന്നു, അതിന്റെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു, അത് പല വഴിക്ക് നീങ്ങുന്നു. അതിനകത്ത് NGOകളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ടാകാം, അങ്ങനെ പലരും ഉണ്ടാകാം. അപ്പൊ ആ നിലയിലേക്ക് പോകുമ്പോൾ FCRA വേണ്ട എന്ന് ഇപ്പോൾ ആർക്കും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ വെച്ചിട്ട് ഈ അവസ്ഥയിൽ കരയാൻ പറ്റില്ല, നിലവിളിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ EDയുടെ ഒരു റിപ്പോർട്ടിങ്ങിന് ഇരിക്കുകയാണ്. ED പിടികൂടിയവരുടെ പേര്, ED പിടികൂടിയ ഡെബിറ്റ് കാർഡുകളുടെ എണ്ണം, ED പിടികൂടിയ പണത്തിന്റെ എണ്ണം, ആ പണം എങ്ങോട്ട് പോയി, ആരാണ് ഇതിന്റെ സൂത്രധാരൻ, ആര് വഴിയാണ് ഈ പണം എത്തിയത്, ഇതെല്ലാം ഇപ്പോൾ EDയുടെ പക്കലുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. FCR എന്ന് പറഞ്ഞ് ചുരുട്ടിക്കൂട്ടി അട്ടത്ത് വെക്കാനല്ല മോദി സർക്കാർ ധൃതി പിടിച്ച് നടപ്പാക്കി. എല്ലാവരും സംശയിച്ചിരുന്ന കാര്യമുണ്ട്. 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ആ സഭകൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള കേരളം, തമിഴ്നാട്,
ഇവിടങ്ങളിലൊക്കെ ഇത് നിൽക്കുമ്പോൾ എന്തിനാണ് ധൃതി പിടിച്ച് നീക്കം നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ആ ധൃതി പിടിച്ച നീക്കം. അതായത് ഈ രാജ്യത്തെ തകർക്കാൻ സമാന്തര സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാർച്ച് 31 ആയപ്പോഴേക്കും നമ്മൾ മാവോയിസം ഇന്ത്യയിൽ ഇല്ലാതാക്കി. ഇന്നിപ്പോ രാജ്യം നക്സൽ മുക്ത ഭാരതമാണ് ഇന്നുള്ളത്. ആ നക്സൽ മുക്ത ഭാരതം പൂർണ്ണമായി ഇല്ലാതാകണമെങ്കിൽ ഈ വിദേശ ഫണ്ട് അടക്കം ഉള്ളത് നിർത്തലാക്കേണ്ടതുണ്ട്. ഇത് കൊണ്ടെത്തിക്കുന്നത് ഇത്തരം ആഗോള ക്രൈസ്തവ സഭകളാണ്. അതുപോലെ തന്നെ ആഗോള തലത്തിലുള്ള മറ്റ് പരിസ്ഥിതി സംഘടനകൾ എന്ന പേരിലൊക്കെ ഉള്ള NGO-കളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ അന്വേഷണം, ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും കൊടുക്കണമെന്നും FCRA വന്ന വഴിയും അറിയേണ്ടത്. ഈ 6.5 കോടി രൂപ ഇന്നലെ വന്ന പൈസയല്ല ധനുഷേത്, കുറച്ച് വർഷങ്ങളായിട്ട് വന്ന തുകയാണ് ഈ 6.5 കോടി രൂപ. വിഡ്രോ ചെയ്ത് 6.5 കോടി രൂപ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി തന്നെ പഴയ വന്ന കണക്കുകൾ കൊടുക്കണ്ടേ? അതിനെവിടെയാണ് ഉത്തരം പറയേണ്ടത്? ഇതിനൊരു തെളിവ് വേണ്ടേ? കാരണം ഇത്തരം വന്നു, അതിൽ നിങ്ങളുണ്ടോ? നിങ്ങൾക്കും ഇങ്ങനൊരു പണം വന്നതായിട്ട് കാണുന്നുണ്ട്, അതെന്തിനു വന്നതാണ്, എങ്ങനെ വന്നതാണെന്ന് ചോദിക്കുമ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമുണ്ടോ? ബഹളം വെച്ചിട്ട് കാര്യമുണ്ടോ? മാപ്പറകൾ എഴുതി വിട്ടിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് പണം എന്റെ അക്കൗണ്ടിൽ വന്നാൽ സ്വാഭാവികമായി അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെയും. വലിയൊരു തുകയാണ് വരുന്നതെങ്കിൽ ED എന്നെ വിളിപ്പിക്കും, ചോദിക്കും ഇത് എവിടെ നിന്ന് വന്നു, നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കും. അതിന് ഉത്തരം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. ഞാൻ അത് നല്ല കാര്യത്തിനാണ് വന്നില്ല, എന്റെ ഒരു ഉത്തരം അവർക്ക് ബോധ്യമായാൽ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ അവരെന്നെ കുരുക്കുകയാണെങ്കിൽ എനിക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും. കാരണം ഇതെനിക്ക് വന്നത് നേരായ മാർഗത്തിലൂടെയാണെന്നും ഞാനത് നേരായ മാർഗത്തിലൂടെ ചെലവഴിച്ചാണെന്നും. പക്ഷെ ഇതിൽ എങ്ങനെയാണ് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത്? ഈ വന്ന 6.5 കോടി രൂപ 3-4 വർഷം മുമ്പ് തൊട്ട് വന്ന തുക, ഒരു വർഷത്തിനിടയ്ക്ക് വന്ന് 95 കോടി രൂപ, ഇതൊക്കെയാണ് ഇപ്പൊ ED ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് മാത്രമാണ്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പൊ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കി വശങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ തന്നെ പോകും. അപ്പം ഇവിടങ്ങളിൽ പോകുമ്പോൾ ഇതിന്റെ കണക്ക് കാര്യങ്ങൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുന്നത്? അത് വായടപ്പിച്ചു എന്നുള്ളതാണ് കറക്റ്റ്. കൃത്യമായിട്ട് FCRA എന്താണെന്നും അതിന്റെ വായടപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് ഇപ്പൊ ED-യുടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ED അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും രീതിയിലുള്ള ഒരു തുക ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരം ആഗോള കൃത്യ സഭകൾ വഴിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് പോയിട്ടുള്ള പല വഴികളുണ്ട്. അത് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നത് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാലും മാവോയിസ്റ്റോട് ആ പണം എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? തോക്ക് വാങ്ങാനും വെടിയുണ്ട വാങ്ങാനും. അവരത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാനും? മുകളോട്ടും പൊട്ടിച്ചു കളയാനായിരിക്കില്ലല്ലോ. ഒരു പക്ഷെ സിവിലിയന്മാരെ കൊന്നെടുക്കാനും അല്ലെങ്കിൽ രാജ്യത്തെ ജവാന്മാരെ കൊന്നെടുക്കാനുമാണ്, ആ പ്രദേശം പിടിച്ചെടുക്കാനുമാണ്. ഇവിടെയാണ് ഇതിന്റെ ചുരുളഴിയുന്നതും ഇത് മുൻപോട്ട് പോകുന്നത്. ഈ ഒരു കാര്യത്തിൽ ആർക്കും ഒന്നും മിണ്ടാൻ കഴിയില്ല. ഒരു പാർട്ടിക്കാരനും മിണ്ടാൻ കഴിയില്ല, ആർക്കും മിണ്ടാൻ കഴിയില്ല. കാരണം തെളിവ് സഹിതമാണ് ED ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിദേശ പൗരങ്ങളടക്കം അറസ്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ അന്വേഷണമാണ് വരുന്നത്. ഏതായാലും FCRനെ കുറിച്ച് ഇനി നമുക്ക് അധികം ചർച്ച ചെയ്യേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ചോദ്യങ്ങൾ ഉയരും. അതിന് ഉത്തരം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പൊ പിന്നെ എന്തും പറഞ്ഞ് ഇനി സമരം ചെയ്യും, ഇനി എന്തും പറഞ്ഞ് കിടന്ന് തുള്ളും. ഏതായാലും ആ തുള്ളൽ കൊണ്ട് ആകെ കിട്ടുന്ന ഒരു പ്രയോജനം BJPക്ക് കുറച്ച് വോട്ട് ആരെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാതിരിക്കുമായിരിക്കും. ആ ഒരു വിശ്വാസ സഭയുടെ ഒരു ഭാഗമായിട്ട് ഇത് എത്ര നാൾ ചെയ്യാതിരിക്കാൻ കഴിയും? വോട്ടല്ലല്ലോ വേണ്ടത്, രാജ്യമാണല്ലോ വലുത്. രാജ്യമുണ്ടെങ്കിലല്ലേ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ രാജ്യത്തിന് വിരുദ്ധമായി നിന്ന് കഴിഞ്ഞാൽ അത് വോട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി തന്നെ FCRA അവർ ഒരു ശകലം പിന്നോട്ട് പോകത്തില്ല എന്ന് മാത്രമല്ല അതിന്റെ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഒരു സൈഡിൽ നിന്ന് അവർ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.